ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടുള്ള സാഗോ പായസമാണ്. അധികം ചേരുവകളൊന്നും തന്നെ ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ആർക്കും ഇനി പായസം തയ്യാറാക്കാം. ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് 1 കപ്പ് അളവില് സാഗോ കഴുകി 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുതിർത്താൻ വെച്ച് കൊടുക്കാം. നല്ലോണം കുതിർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് സാഗോ ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് വന്നാൽ പിന്നെ നമുക്ക് ഈ വെള്ളമെല്ലാം ഊറ്റി ഒന്ന് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും 2 സ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞാൽ 3/4 കപ്പോളം പഞ്ചസാര ചേർത്തൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് പഞ്ചസാര ഒന്ന് ഉരുക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1/2 ലിറ്റർ പശുവിൻ പാലൊന്ന് തിളപ്പിച്ച് ചേർക്കാം. പാലും പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സാഗോ കൂടി ചേർക്കാം. സാഗോ പാലും കൂടി ചേർന്ന് നന്നായിട്ട് തിളച്ചൊന്ന് വെന്ത് കുറുകിയ പാകത്തിലേക്ക് ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് നല്ല കട്ടിയായിട്ട് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള സാഗോ പാൽ പായസം ഇവിടെ റെഡിയാണ്.